ഓപ്പോയുടെ 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് ഓപ്പോ K13. അതുപോലെ തന്നെ റിയൽമിയുടെ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് റിയൽമി P3. ഇപ്പം രണ്ട് ഫോണുകളിലും പല ഫീച്ചേഴ്സും സെയിം ആയിട്ട് വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ള പ്രോസസ്സറും സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഒക്കെ രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ K13 5Gയും അതുപോലെ തന്നെ റിയൽമി P3 5Gയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ K13 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. റിയൽമി P3 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. രണ്ട് ഫോണുകളിലും AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. രണ്ട് ഫോണുകളിലും 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഓപ്പോയിൽ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1200 nits ആണ്. റിയൽമിയിൽ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2000 nits ആണ്. അപ്പോൾ റിയൽമിയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ യൂട്യൂബിലൊക്കെ HDR സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഓപ്പോയിൽ HDR സപ്പോർട്ടില്ല. അപ്പം ഈ ഒരു കാര്യത്തിലും ചെറിയൊരു അഡ്വാൻറ്റേജ് റിയൽമിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. എന്നാലും ചെറിയൊരു അഡ്വാൻറ്റേജ് റിയൽമിക്ക് വരുന്നുണ്ട്. കാരണം സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ്സും HDR സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഓപ്പോയുടെ വെയിറ്റ് വരുന്നത് ഏകദേശം 208 ഗ്രാമാണ്. റിയൽമിയുടെ വെയിറ്റ് വരുന്നത് ഏകദേശം 194 ഗ്രാമാണ്. അപ്പം വെയിറ്റിൻ്റെ കാര്യത്തിൽ റിയൽമിക്ക് കമ്പാരിറ്റീവ്ലി വെയിറ്റ് കുറവാണ്. അതുപോലെ തന്നെയാണ് തിക്നെസ്സിൻ്റെ കാര്യം. ഓപ്പോയുടെ തിക്നെസ് വരുന്നത് 8.45 mm ആണ്. റിയൽമിയുടെ തിക്നെസ് വരുന്നത് 7.97 mm ആണ്. അപ്പോൾ തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവ് റിയൽമിക്കാണ്. പിന്നെ ഓപ്പോയിൽ IP65 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ റിയൽമിയിൽ ബെറ്റർ ആയിട്ടുള്ള IP69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിലും റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ഫോണുകളിലും പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഡിസൈൻ എന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഇതിലേത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 4 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഇപ്പം ഈ ഒരു 16,000-18,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പം സെയിം ആയിട്ടുള്ള പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ രണ്ട് ഫോണുകളിലും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ലഭിക്കുക. പിന്നെ റിയൽമിയിൽ BGMIലൊക്കെ 90 FPS ഗെയിമിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ഡിഫറൻസ് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഓപ്പോയിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. എന്നാൽ റിയൽമിയിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുള്ളൂ. അപ്പം ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ടൈപ്പ് ഓപ്പോയിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഓപ്പോക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും LPDDR4X റാം തന്നെയാണ് വരുന്നത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് ഓപ്പോക്ക് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ട് വരുന്നുണ്ട്. മേജർ ആയിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും വരുന്നുണ്ട്. പിന്നെ ഓപ്പോയുടെ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. റിയൽമിയിലും 8GB റാം 128GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. പക്ഷേ റിയൽമിയിൽ ബേസ് വേരിയന്റിൽ 6GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. അപ്പം എക്സ്ട്രാ ഒരു വെർഷൻ റിയൽമിയിൽ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 8GB റാം 256GB ഇന്റേണൽ വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇതിൽ ഓപ്പോയിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു ഫീച്ചർ റിയൽമിയിൽ വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്ക് വരുന്നില്ല. പിന്നെ രണ്ട് ഫോണിലും വരുന്നത് Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. ഇതിൽ ഓപ്പോയിൽ കളർ വൈസ് സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. റിയൽമിയിൽ റിയൽമി സോഫ്റ്റ്വെയറും കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ രണ്ട് ഫോണുകളിലും കുറേ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഓപ്പോയിൽ കുറച്ചധികം AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ AI ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പോ നോക്കാവുന്നതാണ്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും 50 MP മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 MP ഒരു സെക്കൻഡറി സെൻസറും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ കമ്പാരിസൺ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഓപ്പോ K13 പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഓപ്പോയിൽ ബെറ്റർ ആയിട്ടുള്ള ലോ ലൈറ്റ് പെർഫോമൻസും വരുന്നുണ്ട്. അത് മാത്രമല്ല
ഓപ്പോയിൽ 2x പോർട്രേറ്റ് വരുന്നുണ്ട്. അപ്പം പോർട്രേറ്റ് ഫോട്ടോസൊക്കെ എടുക്കുമ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട്സ് ഓപ്പോയിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു 2x പോർട്രേറ്റ് എന്നുള്ള ഫീച്ചർ റിയൽമിയിലൊന്നും വരുന്നില്ല. ബെറ്റർ ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് നമുക്ക് ഓപ്പോയിലാണ് ലഭിക്കുന്നത്. അപ്പം ക്യാമറയുടെ കാര്യത്തിൽ ഫോട്ടോസിൽ ഓപ്പോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പക്ഷേ വീഡിയോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ബാക്ക് ക്യാമറയിൽ റിയൽമിയിൽ നമുക്ക് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേബിൾ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ റിയൽമി നോക്കാവുന്നതാണ്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. സെൽഫി ക്യാമറയിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഫോട്ടോസിൻ്റെ ഒക്കെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ഓപ്പോ തന്നെയാണ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ വീഡിയോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് റിയൽമിയിൽ ലഭിക്കുന്നുണ്ട്. അപ്പം ക്യാമറയുടെ കാര്യം ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസിൽ കുറച്ചും കൂടി ബെറ്റർ ഓപ്പോ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ റിയൽമി നോക്കുന്നതായിരിക്കും നല്ലത്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പോയിൽ 7000 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. റിയൽമിയിലും 6000 mAh ബാറ്ററി വരുന്നുണ്ട്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പോയിലാണ് ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. അതുമാത്രമല്ല ഓപ്പോയിൽ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. റിയൽമിയിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും ഓപ്പോയിൽ വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടുമായിട്ടാണ് രണ്ട് ഫോണുകളും വരുന്നത്. പിന്നെ രണ്ട് ഫോണുകളുടെയും ബോക്സിൽ ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ഓപ്പോ ആയിരിക്കും. കാരണം ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയും അതുപോലെ തന്നെ ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 8GB RAM 128GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഓപ്പോയുടെ ഈ ഒരു വെർഷൻ്റെ വില വരുന്നത് 17,999 രൂപയാണ്. റിയൽമിയുടെ ഈ ഒരു വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. പിന്നെ 8GB RAM 256GB ഇന്റേണൽ വെർഷൻ്റെ കാര്യത്തിൽ ഓപ്പോയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്. റിയൽമിയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 18,499 രൂപയാണ്. അപ്പോൾ സെയിം വെർഷൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിക്കാണ് വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവ്. അപ്പം ആ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അതുമാത്രമല്ല റിയൽമിയിൽ ഒരു 6GB RAM 128GB ഇന്റേണൽ വെർഷനും വരുന്നുണ്ട്. ആ ഒരു വെർഷൻ 15,999 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പോയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയും ചാർജിങ് സ്പീഡൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോട്ടോസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പോ നോക്കാവുന്നതാണ്. അല്ല റിയൽമിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ HDR സപ്പോർട്ട് വരുന്നുണ്ട്. സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു IP69 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. വിലയും കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം ഇതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ റിയൽമിയും നോക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.